വേനൽക്കാലമായി വരികയാണല്ലേ. ഈ സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ എന്ന ആ ഒരു പ്രൊഡക്റ്റിനോടൊക്കെ ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. നമ്മളെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ള ബ്യൂട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ചിലപ്പോൾ സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പം ഒരുപാട് ഈവൻ ഈവൻ ടീനേജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ, എസ്പെഷ്യലി ഗേൾസ് ഒക്കെയാണ് എന്നോട് ഡൗട്ട്സ് ചോദിച്ചിട്ടുള്ളത്. ഈ സൺസ്ക്രീൻസ് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം, അതേപോലെ തന്നെ സൺസ്ക്രീനിൽ ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, എപ്പോഴാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണ് ഈ സൺസ്ക്രീൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത്, ആരൊക്കെയാണ് ഇത് അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ള കുറേ ഡൗട്ടുകൾ ഡയറക്റ്റ്ലി ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കുറേ പേഷ്യൻസ് ചോദിക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു സൺസ്ക്രീൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. യൂഷ്വലി സൺസ്ക്രീൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിലേക്ക് UV റേസ് അല്ലെങ്കിൽ സണ്ണിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും വരുന്ന രശ്മികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സൺസ്ക്രീൻസ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന സൺസ്ക്രീനിൻ്റെ പാക്കറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബോട്ടിലൊക്കെ SPF 50+ എന്ന് എഴുതിയിട്ടുണ്ടാകും. യൂഷ്വലി എല്ലാ ഡോക്ടേഴ്സ് ആയാലും അതേപോലെ തന്നെ പല ബ്യൂട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസ് തരുന്ന ആളുകളൊക്കെ പറയുന്നത് SPF 50+ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം എന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 50+ ആ ഒരു റേഞ്ചസ് എബോവ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം എന്ന് പറയാറുണ്ട്. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിർത്തുന്ന ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻസ് ആണ്. സൂര്യനിൽ നിന്നും UV റേസ്, ഇൻഫ്രാറെഡ് പോലത്തെ പല രശ്മികൾ നമ്മുടെ സ്കിന്നിൽ പതിക്കുമ്പം നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. ഈ UV റേസ് തന്നെ UV റേസ് A, B, C അങ്ങനെ 3 രീതിയിലൊക്കെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. UV റേസ് A എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അത് എൻ്റർ ആവുകയും അല്ലെങ്കിൽ ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ട് സ്കിന്നിന് ഏജിങ് സംഭവിക്കുക, അതായത് പെട്ടെന്ന് നമുക്ക് പ്രായം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്കിന്നിന് ഡാമേജ് ക്രിയേറ്റ് ചെയ്യും, സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. UV റേസ് B എന്ന് പറയുന്നത് സ്കിന്നിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ട് അവിടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും, ചെറിയ രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടും. അതേപോലെ തന്നെ സ്കിന്നിൽ ഒരു ബേൺ അല്ലെങ്കിൽ സൺ ബേൺ പോലത്തെ അല്ലെങ്കിൽ പൊള്ളലേറ്റ പോലത്തെ അന്തരീക്ഷം ചിലപ്പോൾ സ്കിന്നിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. UV റേസ് C എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ ഐ ഡാമേജ് കൂടുതലായിട്ടും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ വിഷൻ വരെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു UV റേസിനെ തന്നെ നമുക്ക് ഈ 3 രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സൺസ്ക്രീൻസ് എന്ന് പറയുമ്പം നമ്മൾ ഈ UV റേസിൽ നിന്നും അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് റേഡിയസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ് സൺസ്ക്രീൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അമിതമായിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ഇറിറ്റേഷൻസും സ്കിൻ കംപ്ലയിൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. ഇനി സൺസ്ക്രീൻസ് ഏതൊക്കെ ഏജ് ഗ്രൂപ്പുള്ള ആളുകളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 6 മാസം മുതൽ 6 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കഴിവതും സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. 6 വയസ്സിന് താഴെയുള്ളവർ കംപ്ലീറ്റ് ആയിട്ടും സൺസ്ക്രീൻസിൻ്റെ യൂസേജസ് കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം അവരുടെ സ്കിന്ന് ഭയങ്കര നേർത്തതാണ്, സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചെറിയ ഇങ്ങനത്തെ ലോഷൻസോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ സ്കിന്ന് കുറച്ചൊന്ന് ഒരു കംഫർട്ടായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത്തരം സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 50+ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ കെമിക്കൽസ് ആഡപ്പ് ചെയ്തിട്ടുണ്ടാകും, പല രീതിയിലുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സുകളും അല്ലെങ്കിൽ മിക്സപ്പ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് കുട്ടികൾക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. അപ്പോൾ 6 മന്ത് മുതൽ അല്ലെങ്കിൽ 6 months to 6 years പീരീഡിലുള്ള കുട്ടികളൊക്കെ പരമാവധി സൺസ്ക്രീൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ സൺസ്ക്രീൻസിനെ തന്നെ നമ്മൾ ഫിസിക്കൽ, കെമിക്കൽ, ബ്രോഡ് സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട് 3 രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ എന്ന് പറയുമ്പം ഈ UV റേസിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്നതാണ് ഫിസിക്കൽ സൺസ്ക്രീൻസ് എന്ന് പറയുന്നത്. സൺസ്ക്രീൻസ് ഇപ്പം കെമിക്കൽ സൺസ്ക്രീൻസ് ആണെങ്കിൽ അത് UV റേസിനെ അബ്സോർബ് ചെയ്തിട്ട് ബോഡിയിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻസ് കെമിക്കൽ എന്നത്. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുമ്പം ഈ പറഞ്ഞിട്ടുള്ള ആക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടും ഇതിൽ കാണിക്കുന്നത്, അതായത് ഇതിൻ്റെ അബ്സോർപ്ഷൻ പവറും അതേപോലെ തന്നെ അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന പവറും ഈ പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ, അതായത് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് ഏതൊക്കെ ടൈമിങ്ങിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ബ്യൂട്ടീൻ്റെ ഭാഗമായിട്ട് ഫേസിൽ മാത്രം യൂസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഫേസിൽ മാത്രം പോരാ, നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത് അൺകവേർഡ് ആയിട്ടുള്ള ഏരിയാസിൽ മൊത്തം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യും. എസ്പെഷ്യലി ഫേസിൽ, ഇയറിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ഇയറിൻ്റെ ഏരിയയിൽ, നെക്കിൽ, നമുക്ക് കഴി ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ലെഗ് പോർഷൻസിൽ, ഫിംഗേഴ്സ്
വെതേഴ്സിലൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു 2 ഫിംഗർ മെത്തേഡ്സിലാണ് സൺസ്ക്രീൻസ് യൂഷ്വലി അപ്ലൈ ചെയ്യേണ്ടത്. സൺസ്ക്രീൻസ് നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ നോക്കിയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്കിൻ എന്ന് പറയുമ്പം അതൊരു ഡ്രൈ സ്കിൻ ആവാം, ഒരു നോർമൽ സ്കിൻ ആവാം, ഒരു ഓയിലി സ്കിൻ ആവാം. ഇപ്പോൾ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ, അതായത് ഭയങ്കര സ്കിന്നിൽ ഭയങ്കര ഇറിറ്റേഷൻസും വൈറ്റ് പാച്ചസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ ലോഷൻ ഫോമിലുള്ളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ സ്കിൻ ഒരു നോർമൽ ടെക്സ്ചർ ആണ്, വേറെ കംപ്ലയിൻസ് ഒന്നും തന്നെ ഇല്ല, ഒരു നോർമൽ കൺസിസ്റ്റൻസി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമൽ സൺസ്ക്രീൻസ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു ക്രീമി ടൈപ്പ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ആണ്, എപ്പോഴും ഒരു വഴുവഴുത്ത പോലെ അല്ലെങ്കിൽ ഒരു വാട്ടറി പോലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻസ് ജസ്റ്റ് ഒരു ജെല്ലി ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സൺസ്ക്രീൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി യൂഷ്വലി നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ വെയിൽ കൊള്ളണം, പക്ഷെ ഓവർ എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു വി റേസ് ഡയറക്റ്റ്ലി നമ്മുടെ സ്കിന്നിന് തട്ടുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കളർ മെയിൻറ്റെനൻസിനൊക്കെ മെലാനിൻ പോലത്തെ അല്ലെങ്കിൽ മെലാനോസൈറ്റ്സ് പോലത്തെ പിഗ്മെൻറ്റേഷൻ നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആയിരിക്കും. അതിന്റെ ഓവർ പ്രൊഡക്ഷൻസ് കാരണമായിരിക്കും നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻസ് കാണിക്കുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് ഹൈപ്പോ പിഗ്മെന്റേഷൻസ് പോലത്തെ വിറ്റിലിഗോ പോലത്തെ കണ്ടീഷൻസ് ഒക്കെ കാണിച്ചു വരുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ കണ്ടീഷൻ അനുസരിച്ചും അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇന്റേണലി നമ്മൾ ഭക്ഷണത്തിലും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വാട്ടർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ വാട്ടർ കണ്ടന്റ് കൂടിയ ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുക. അത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കാനും ഇറിറ്റേഷൻസ് ഇച്ചിങ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രൂട്ട്സിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നെല്ലിക്ക കഴിക്കാം, കറി ലീവ്സ് നന്നായിട്ട് കഴിക്കുക, അത് നമ്മളെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചറിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. പൊമോഗ്രാനൈറ്റ്, ബീട്രൂട്ട്, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്ടർ കണ്ടന്റ് കൂടിയിട്ടുള്ള ആപ്പിള്, ദെൻ കുക്കുംബറൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. നട്ട്സ് ഒക്കെ നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഈ വാൽനട്ട്സ്, ആൽമണ്ട് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഈ ഹെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസും കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് സൺസ്ക്രീൻസിനെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്